നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഭാര്യയ്ക്കെതിരെ ഭർത്താവും ഭർത്താവിനെതിരെ ഭാര്യയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ചില്ലറക്കാരൊന്നുമല്ല ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടെക് ഒഡീഷനായ പ്രസന്ന ശങ്കറാണ് ആദ്യം ഭാര്യയ്ക്കെതിരെ രംഗത്ത് വന്നത്. എന്നാൽ ഇപ്പോൾ പ്രസന്ന ശങ്കറിനെതിരെ ഗുരുതര രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഭാര്യ ദിവ്യയും രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. പ്രസവശേഷം തന്നെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു, ഓപ്പൺ റിലേഷൻഷിപ്പിന് സമ്മതിക്കാൻ നിർബന്ധിച്ചു, വീട്ടിൽ ഒളിക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തി. സ്വന്തം ഭർത്താവിനെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഭാര്യ ഉന്നയിച്ചിരിക്കുന്നത്. റിപ്ലിംഗ് സഹസ്ഥാപകൻ പ്രസന്ന ശങ്കറിനെതിരെ ഈ ആരോപണങ്ങൾ മാത്രമല്ല ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ദിവ്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ പ്രസന്ന മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ പ്രസന്ന ലൈംഗിക തൊഴിലാളികളെ സന്ദർശിക്കുമെന്നും തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും മകന്റെ ശുചിമുറിയിൽ ഉൾപ്പെടെ വീട്ടിൽ ഒളിക്യാമറകൾ സ്ഥാപിച്ചുവെന്നുമാണ് ദിവ്യ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ. ലൈംഗിക തൊഴിലാളികളുമായി ബന്ധം സ്ഥാപിക്കാൻ തന്നെയും മകനെയും ഒന്നിലധികം രാജ്യങ്ങളിലേക്ക് അനാവശ്യമായി പറഞ്ഞയച്ചുവെന്നും ദിവ്യ ആരോപിച്ചു. മാത്രമല്ല, തനിക്ക് വിവാഹേതര ബന്ധമുണ്ട് എന്ന് പ്രസന്ന തനിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ കാരണം നികുതി വെട്ടിക്കുക, അന്താരാഷ്ട്ര നിയമങ്ങൾ കൃത്രിമമായി കൈകാര്യം ചെയ്യുക, ന്യായമായ ഒത്തുതീർപ്പ് ഒഴിവാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് എന്നാണ് ദിവ്യ പറയുന്നത്. താനും തന്റെ ഭാര്യ ദിവ്യയും വിവാഹിതരായി 10 വർഷമായി എന്നും അവൾക്കൊരു അവിഹിത ബന്ധമുണ്ടെന്ന് താൻ കണ്ടെത്തിയെന്നും ഞങ്ങളുടെ ബന്ധം തകർന്നുവെന്നും അനൂപിന്റെ ഭാര്യയാണ് സ്ക്രീൻഷോട്ടുകൾ തനിക്ക് അയച്ചതെന്നും ഇയാൾ ആരോപിച്ചിരുന്നു ദിവ്യക്കെതിരെ. സ്ക്രീൻഷോട്ടുകൾ കെട്ടിച്ചമച്ചതും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതുമാണെന്നുമായിരുന്നു ദിവ്യ നൽകിയിരിക്കുന്ന വിശദീകരണം. അനൂപുമായി വൈകാരിക സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ടാകാമെങ്കിലും മറ്റ് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് വക്കീലും വ്യക്തമാക്കുന്നത്. തിരുച്ചിറപ്പള്ളിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളായിരിക്കെയാണ് ഇരുവരും പരിചയത്തിലായത്. 10 വർഷം മുമ്പ് വിവാഹിതരുമായി. US-ലാണ് ദിവ്യ വിവാഹമോചന ഹർജി നൽകിയത്. പ്രസന്നയ്ക്ക് വേണ്ടി തന്റെ കരിയർ കളയേണ്ടി വന്നുവെന്നും വിവാഹത്തിലുടനീളം വൈകാരികവും ശാരീരികവുമായ പീഡനങ്ങൾ സഹിച്ചുവെന്നും ദിവ്യ പറയുന്നു. സാമ്പത്തിക നേട്ടമല്ല, നിയമപരമായ സംരക്ഷണം ആവശ്യമാണെന്ന് കരുതിയാണ് US-ൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയതെന്നും അവർ പറഞ്ഞു. പ്രസവശേഷം പോസ്റ്റ് പാർട്ട് ഡിപ്രഷനിലായിരിക്കുമ്പോഴും തനിക്ക് ലൈംഗിക ബന്ധത്തിനായാണ് പ്രസന്ന നിർബന്ധിച്ചത്. ലൈംഗികത അടിസ്ഥാന ആവശ്യമാണെന്നും നിനക്ക് വേദനയുണ്ടെങ്കിലും അതൊരു വിഷയമല്ലെന്നും നീ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്റെ ആവശ്യങ്ങൾക്കായി പുറത്തു പോകേണ്ടി വരുമെന്നുമായിരുന്നു പ്രസന്ന പറഞ്ഞതെന്നാണ് ദിവ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദിവ്യ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിലാണ് എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ശാരീരികമായി പ്രസന്ന ദിവ്യയെ ഉപദ്രവിച്ചു, നെഞ്ചിലിടിച്ചു, തന്റെ പണവും അധികാരവും കാണിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തി. പലതരം ലൈംഗിക വൈകൃതങ്ങളുള്ള വ്യക്തിയാണ് പ്രസന്ന എന്ന് ദിവ്യ മുൻപും ആരോപിച്ചിരുന്നു. പ്രസന്നയുടെ സുഹൃത്തുക്കളുമായി പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിച്ചു. നികുതി വെട്ടിപ്പിനായി തന്നെയും മകനെയും പല രാജ്യങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. പ്രസന്ന ശങ്കറുമായുള്ള വിവാഹത്തെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്നാണ് ദിവ്യ പറഞ്ഞിരിക്കുന്നത്. 100 കണക്കിന് പേജുകളുള്ള കോടതി രേഖകൾ, ഇമെയിലുകൾ, ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള രേഖകളും തെളിവുകളുമായാണ് വിദേശത്തിവർ പ്രസന്നയ്ക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്നത്. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസന്നയ്ക്കെതിരെ ദിവ്യ ശശിധർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് എക്സ് പേജിലൂടെയാണ് മറുപടി നൽകിയത്. ഇത്തരത്തിൽ ഈ സാമൂഹിക മാധ്യമത്തിലൂടെ ഇരുവരും പോരടിക്കാൻ തുടങ്ങിയതോടെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മറനീക്കി പുറത്തേക്ക് വന്നത്. ദിവ്യ തങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നും US-ലേക്ക് കടന്നുവെന്നുമായിരുന്നു പ്രസന്നയുടെ ആരോപണം. എന്നാൽ ഗാർഹിക പീഡനം കാരണമാണ് താൻ വീട് ഉപേക്ഷിച്ച് പോയത് എന്നാണ് ദിവ്യ പറയുന്നത്. ഭാര്യയും പോലീസും തന്നെ നിരന്തരമായി ഉപദ്രവിക്കുകയാണെന്ന യുവാവിൻ്റെ പോസ്റ്റ്, അതായത് ഈ പ്രസന്നയുടെ പോസ്റ്റാണ് ആദ്യം സമൂഹത്തിൽ ചർച്ചയായത്. വിവാഹമോചനത്തിനും കുട്ടിയെ തിരികെ കിട്ടാനുമായി നിയമ പോരാട്ടം നടത്തുന്ന തന്നെ ഭാര്യയും ചെന്നൈ പോലീസും ഉപദ്രവിക്കുകയാണ് എന്നായിരുന്നു പ്രസന്ന ആരോപണം ഉയർത്തി രംഗത്ത് വന്നത്. സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ക്രിപ്റ്റോ സോഷ്യൽ നെറ്റ്വർക്കിന്റെ സ്ഥാപകനാണ് പ്രസന്ന ശങ്കർ. ഭാര്യ ദിവ്യയുടെ വിവാഹേതര ബന്ധം കണ്ടെത്തിയതിനു ശേഷമാണ് തനിക്ക് ദുരനുഭവങ്ങൾ തുടങ്ങിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതിനകം 86 ലക്ഷത്തിലേറെ പേരാണ് പ്രസന്ന ശങ്കറിന്റെ പോസ്റ്റ് കണ്ടത്. വിവാഹേതര ബന്ധം കണ്ടുപിടിച്ചതിനു ശേഷം ജീവനാംശമായി വലിയ തുകയാണ് ഭാര്യ ആവശ്യപ്പെടുന്നതെന്ന് പ്രസന്ന ശങ്കർ ആരോപിച്ചിരുന്നു. മധ്യസ്ഥ ചർച്ചകൾ തടസ്സപ്പെട്ടു. മാത്രമല്ല, ദിവ്യ തനിക്കെതിരെ ഗാർഹിക പീഡനത്തിന് പോലീസിൽ വ്യാജ പരാതി നൽകിയെന്നും പ്രസന്ന നേരത്തെ ആരോപിച്ചിരുന്നു. മാത്രമല്ല,
ഇന്ത്യക്ക് പകരം US-ലാണ് വിവാഹമോചന ഹർജി നൽകിയതെന്നും പ്രസന്ന ആരോപിച്ചിരുന്നു. 9 വയസ്സുള്ള മകനെ US-ലേക്ക് കടത്തിക്കൊണ്ടുപോയെന്നും പ്രസന്ന ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ് നൽകിയിട്ടുണ്ട് എന്നും പ്രസന്ന വെളിപ്പെടുത്തിയിരുന്നു. US കോടതി തനിക്ക് അനുകൂലമായാണ് വിധിച്ചത്. ഇതിൻ പ്രകാരം 2 കക്ഷികളും ധാരണയിൽ ഒപ്പുവെച്ചു. ധാരണ പ്രകാരം 9 കോടി രൂപ ഭാര്യയ്ക്ക് നൽകണം. പ്രതിമാസം 4.3 ലക്ഷം രൂപയും നൽകണം. കൂടാതെ മകന്റെ കസ്റ്റഡി 2 പേർക്കുമാണെന്നും ധാരണയുണ്ടായിരുന്നു. എന്നാൽ ധാരണകൾ ഭാര്യ ലംഘിച്ചു എന്നായിരുന്നു പ്രസന്ന ശങ്കറിന്റെ ആരോപണം.